നമസ്കാരം. ആഗോള ഊർജ്ജ മേഖലയിലും ഇൻഡോ പസഫിക് തന്ത്രപ്രധാന ബന്ധങ്ങളിലും നിർണായകമായ വഴിത്തിരിവാകാവുന്ന ഒരു യുറേനിയം വിതരണ കരാറിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചിരിക്കുകയാണ്. മെൽബണിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകൾക്കു ശേഷമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ചേർന്നാണ് ചരിത്രപരമായ ഈ സിവിൽ ആണവോർജ്ജ കരാർ പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ശുദ്ധമായ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഓസ്ട്രേലിയയിൽ നിന്നും യുറേനിയം വാണിജ്യാടിസ്ഥാനത്തിൽ ഇറക്കുമതി ചെയ്യാനാണ് ഈ കരാർ വഴിയൊരുങ്ങുന്നത്. ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ 12 വർഷം മുമ്പ് ഒപ്പുവെച്ച സിവിൽ ആണവ സഹകരണ കരാറിന് കൂടുതൽ പ്രായോഗിക ജീവൻ നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ പുതിയ നീക്കം എന്ന് പറയാം. ആണവോർജ്ജ മേഖലയിൽ കൈവരിച്ച ഈ ചരിത്ര നേട്ടം ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് പുതിയ ഊർജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജം, കാലാവസ്ഥാ വ്യതിയാനം, പ്രതിരോധം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമാനതകളില്ലാത്ത ഉയരങ്ങളിലേക്ക് എത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നായ ഓസ്ട്രേലിയയുമായുള്ള ഈ പങ്കാളിത്തം ഇന്ത്യക്ക് അതീവ നിർണായകമാണ്. 2047 ആണവോർജ്ജ ഉൽപാദനം 100 ഗിഗാവാട്ടിലേക്ക് എത്തുകയെന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഈ കരാറിലൂടെ സ്ഥിരമായ ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ കഴിയും. നിലവിൽ 7.7 ഗിഗാവാട്ട് ആണവോർജ്ജമാണ് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേസമയം പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും ഓസ്ട്രേലിയ നൽകുന്ന യുറേനിയം ഉപയോഗിക്കുക എന്നത് സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമായിട്ടായിരിക്കും യുറേനിയം കൈമാറ്റം നടക്കുക. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സ്വാധീനത്തിലും കടന്നുകയറ്റങ്ങളിലും ഇരു രാജ്യങ്ങളും ഒരുപോലെ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു. മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ചയിൽ ഗൗരവപൂർവ്വം ഉന്നയിക്കപ്പെട്ടു. എന്തായാലും ആണവോർജ്ജത്തിന് പുറമെ ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ, സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കാനും ഉച്ചകോടിയിൽ തീരുമാനമായിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഓസ്ട്രേലിയയുടെ മാരിടൈം ബോർഡ് കമാൻഡറും തമ്മിൽ സമുദ്ര അതിർത്തി സംരക്ഷണത്തിലും നിയമപാലനത്തിലും കൂടുതൽ സഹകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലും ഇരു നേതാക്കളും ഒപ്പുവെച്ചു. പ്രതിരോധ സേനകൾ തമ്മിലുള്ള വിവര വിനിമയം കാര്യക്ഷമമാക്കാനും സംയുക്ത സൈനിക അഭ്യാസങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. സമുദ്രമേഖലയിലെ വെല്ലുവിളികളെ സംയുക്തമായി നേരിടാനുള്ള കാലാടിസ്ഥാനത്തിലുള്ള ഒരു പ്രതിരോധ റോഡ് മാപ്പിനും നേതാക്കൾ അംഗീകാരം നൽകി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിനുള്ള ചർച്ചകൾ വേഗത്തിലെടുക്കാനും അതിന്റെ വേഗത കൂട്ടുവാനും ഇരു പ്രധാനമന്ത്രിമാരും സമ്മതിച്ചു. 2022 ഒപ്പുവെച്ച വ്യാപാര കരാറിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിന്റെ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ആഗോളതലത്തിൽ ഭീകരവാദം ഉയർത്തുന്ന വെല്ലുവിളികളെ ചെറുക്കുന്നതിലും ഇരു രാജ്യങ്ങളും ഒരേ നിലപാട് ആവർത്തിച്ചു വ്യക്തമാക്കി. മെൽബണിലെ വിജയകരമായ ചർച്ചകൾക്ക് പിന്നാലെയാണ് വിക്ടോറിയ സർവകലാശാലയ്ക്ക് ഇന്ത്യയിലെ ഗുരുഗ്രാമിൽ പുതിയ ക്യാമ്പസ് ആരംഭിക്കുന്നതിനുള്ള അനുമതി പത്രവും ഓസ്ട്രേലിയൻ പ്രതിനിധികൾക്ക് കൈമാറിയത്.